പ്രിയപ്പെട്ട കുട്ടികൾ, അപ്പോൾ നമ്മൾ യാത്രാവിവരണമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്രാവിവരണം തന്നെയാണ്, അതിലെ 10ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10ാമത്തെ അധ്യായം ഹെബ്ബാലയിലെ ലിംഗോത്സവം. അപ്പോൾ കീറിപ്പറഞ്ഞ് കുപ്പായമൊക്കെ ഇട്ട് കയ്യിൽ ചെറിയൊരു വടിയുമായിട്ട് കുണ്ടേ കുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞ് വിരാജ്പേട്ട് ബസ് സ്റ്റാൻഡിൽ പാഞ്ഞു നടന്ന ഉയരം കുറഞ്ഞ കറുത്ത മനുഷ്യൻ്റെ വീർത്തൊലിക്കുന്ന രൂപമാണ് മനസ്സിൽ പതിഞ്ഞിട്ട് 2 ദശകത്തിലേറെയായി. അപ്പം ഇപ്പോഴും അതിന് അല്പം പോലും മങ്ങലേറ്റിട്ടില്ല. അത്രമേൽ പ്രാകൃതവും ദയനീയവും പലതുകൊണ്ടും പൗരാണികവുമായിരുന്നു ആ ഒരു രൂപം. കുണ്ടേ ഹബ്ബ കുടകരുടെ ഒരു വാർഷികോത്സവമാണ്. അപ്പോൾ കുടകിൽ ആദിമ നിവാസികളിലെ തന്നെ ഏറ്റവും ആദിമ വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്ന കുറുബ കുറുബരുടെ വാർഷികോത്സവമാണ് എന്ത് കുണ്ടേ ഹബ്ബ എന്ന് പറയുന്ന ആ ഒരു ഉത്സവം. അപ്പോൾ ഗോണിക്കൊപ്പയ്ക്കടുത്ത ഒണ്ടയങ്ങാടിയിലെ കാട്ടിലയ്യപ്പൻ്റെ അമ്പലത്തിലാണ് ഉത്സവം നടക്കുന്നതും. അപ്പോൾ ഉത്സവത്തിൻ്റെ തലേനാൾ തൊട്ട് കുടകിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കുറുബർ ഇവിടേക്ക് വന്നെത്തി തുടങ്ങും. അപ്പോൾ പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന താടയുടെ രൂപത്തിലുള്ള മണി അരയിൽ കെട്ടി കയ്യിൽ പുരുഷലിംഗത്തെ സൂചിപ്പിക്കുന്ന വടിയും ഏന്തി കുണ്ടേ കുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞ് അവർ ആളുകളുടെ പിന്നാലെ ഓടി നടക്കും. അപ്പോൾ ഒരു മറയുമില്ലാതെ അത്യുച്ചത്തിൽ പച്ചയായ അശ്ലീലം പറയുകയും ചെയ്യും. അന്നേ ദിവസം പക്ഷേ കുറുബർക്കെതിരെ ആരും ഒരക്ഷരവും പറഞ്ഞു പോകരുത് എന്നുള്ളതാണ് നാട്ടുനടപ്പ്. അപ്പോൾ തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാം, അത്ര തന്നെ. അപ്പോൾ 10-20 കൊല്ലം മുമ്പ് ബക്കളം ദാമോദരനും ഞാനും വിരാജ്പേട്ട ബസ് സ്റ്റാൻഡിൽ മർക്കാറയ്ക്കുള്ള ബസ് കാത്തു നിൽക്കെ ഇങ്ങനെ ഒരു കുറുബൻ ഒരു കുടകൻ്റെ പിന്നാലെ കുണ്ടേ കുണ്ടേ എന്ന് പറഞ്ഞോടുന്നതും തീരെ സഹി കെട്ടപ്പോൾ അയാൾ കുറുബനെ ചീത്ത പറഞ്ഞ് തിരിച്ചു ഓടിക്കുന്നതും കണ്ടു. അപ്പോൾ കൂവി വിളിച്ച് ചിരിച്ചു മറിയുന്ന ആളുകളോട് സംഗതി എന്തെന്ന് ചോദിച്ചപ്പോഴാണ് ഒണ്ടയങ്ങാടി ഹെബ്ബാലെ അയ്യപ്പ ക്ഷേത്രത്തിലെ കുണ്ടേ ഉത്സവത്തെക്കുറിച്ച് ആദ്യമായി കേട്ടറിഞ്ഞത്. ഞാനും ദാമോദരനും അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചു. ചെറിയൊരു കാടിന് നടുവിൽ ഒരു പ്രത്യേകതയുമില്ലാത്ത ചെറിയ അമ്പലം, അതായിരുന്നു അന്ന് ഹെബ്ബാലയിലെ കാട്ടിലയ്യപ്പ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ അല്പം ദൂരത്തായി 1-2 അടി താഴ്ചയിൽ മണ്ണ് നീക്കി ഉണ്ടാക്കിയ തടത്തിൽ വിചിത്ര വേഷധാരികളായ കുറുബർ കുടിച്ച് പിപ്പിരിയായി പലതരം മുട്ടൻ തെറികൾ വിളിച്ചു പറഞ്ഞ് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ പെൺവേഷം കെട്ടി പെണ്ണിനെ പോലെ ആടുന്നവരും അവരെ കെട്ടിപ്പിടിച്ച് ലൈംഗിക വൈകൃതങ്ങളുടെ ആംഗ്യങ്ങൾ കാണിച്ച് കൂത്താടുന്നവരും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരു വിദ്വാൻ കുടകിലെ ഓരോരോ ഗ്രാമങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ ഓരോ സ്ത്രീയുടെ പേരും കൂടെ ഉച്ചരിച്ച് അവരുടെ രഹസ്യാവയവങ്ങൾ വർണ്ണിച്ച് കൂവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹതാശനായ ഒരു കാമാസക്തൻ്റെ ദയനീയമായ വിലാപം പോലെയായിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ മുറക്കി നടന്നുകൊണ്ടിരിക്കെ കുറുബരുടെ 4-5 പേരടങ്ങുന്ന പുതിയ പുതിയ സംഘങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ നടത്തി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു സംഘം കുടക് സ്ത്രീകളും പുരുഷന്മാരും കുറുബർ കൂട്ടം കൂടി നിന്ന് നൃത്തം വയ്ക്കുന്ന തടത്തിനരികിലേക്ക് വന്നു. സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അവരെന്ന കാര്യം അവരുടെ ഉടുപ്പിലും നടപ്പിലും നിന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ പ്രസന്നവദനരും ആരോഗ്യ ദൃഢഗാത്രരുമായ പുരുഷന്മാർ, വില കൂടിയ വസ്ത്രവും ആഭരണങ്ങളും ധരിച്ച അതിസുന്ദരികളായ സ്ത്രീകൾ, ആ ചെറിയ ആൾക്കൂട്ടം ജീവിതത്തെ ആകെ തന്നെ വലിയൊരു ആഘോഷമായി കൊണ്ടാടുന്നവരെ പോലെ തോന്നി. പുരുഷന്മാരുടെ കയ്യിൽ കാലുകൾ കൂട്ടിപ്പിടിച്ച ചെറുതും വലുതുമായ കോഴികളും ഉണ്ടായിരുന്നു. കുറുബന്മാർ അവരെ ആർപ്പ് വിളിച്ച് എതിരേറ്റു. കുടകരായ ആണുങ്ങൾ ഓരോരുത്തരായി തടത്തിൽ ആടിത്തിമിർക്കുന്ന കുറുബന്മാർക്കിടയിലേക്ക് ഓരോ കോഴിയെ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കോഴികൾ ഓരോന്നും അതിന് ആകും മട്ടിൽ ചിറക് വിരുത്തി പറന്നിട്ടും മറ്റെങ്ങും ചെന്ന് പറ്റാനാവാതെ തടത്തിൽ തന്നെ വന്നു വീഴുമ്പോഴേക്കും കുറുബരുടെ 20-30 കൈകളാണ് അതിനെ പിടിച്ചെടുക്കാനായിട്ട് ഒന്നിച്ച് നീണ്ടു വന്നത്. അപ്പോൾ ഒരു കൈ കഴുത്തിൽ അമരുമ്പോഴേക്കും മറ്റേ കാലിലോ ചിറകിലോ പിടിച്ച് വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന കോഴിച്ചോര, കോഴിക്കാലോ തലയോ ചിറകോ കുടൽമാലയോ കയ്യിൽ വെച്ച് നൃത്തം ചെയ്യുന്ന കുടിച്ച് നിലതെറ്റിയ കോലം കെട്ട മനുഷ്യർ, അവരുടെ പൈശാചികമായി തോന്നിയ ആർപ്പുവിളികൾ ഹെബ്ബാലയിലെ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലെ തടത്തിൽ അന്ന് ഞങ്ങൾ കണ്ട കാഴ്ച അത്യന്തം ബീഭത്സമായിരുന്നു. അപ്പം അത്രയും ഭയവും അമ്പരപ്പും അനുഭവപ്പെടുത്തിയ മറ്റൊരു അനുഷ്ഠാനം അതിനു മുമ്പോ പിൻപോ ഞാൻ കണ്ടിട്ടില്ല.
കുടകിലെ പല ക്ഷേത്രങ്ങളുടെയും രൂപവും അവിടങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും ആ ഒരു കാലത്ത് അവ ആദിവാസികളുടേത് മാത്രമായിരുന്നോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ കുടകിലെ കുട്ടത്തമ്മയുടെ ക്ഷേത്രവും ഹെബ്ബാലയിലെ അയ്യപ്പ ക്ഷേത്രവും അത്തരത്തിലുള്ളവയാണ്. രണ്ടിടത്തും ചെറിയ തറകളിൽ തുരുമ്പിച്ച ശൂലങ്ങളും അവയിൽ കൊളുത്തിട്ടിരിക്കുന്ന നൂറുകണക്കിന് കരിവളകളും കാണാം. അവയെല്ലാം നേർച്ചയായി വന്ന സാധനങ്ങളുമാണ്. അപ്പോൾ ജീവിത സമീപനത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും പ്രത്യേകതകൾ കൊണ്ട് കുടകിലെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് എത്രയോ അകലെയും സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിൽ അവരെക്കാൾ എത്രയോ ഉയരെയുമാണ് കുടക് വംശജരുടെ സ്ഥാനം. പക്ഷേ കാടുമായുള്ള നിത്യ സഹവാസം കാരണമാകാം കുടകരുടെ പല വിശ്വാസങ്ങൾക്കും ഒരു തരം ആദിവാസി ഛായയുണ്ട്. അയ്യപ്പനെ കുറിച്ചുള്ള കുടകരുടെ ആദ്യകാല സങ്കല്പം അനുസരിച്ച് ആ ദൈവം ഒരു ആദിവാസി ദൈവം തന്നെയാണ്. അപ്പം അയ്യപ്പനെ ചിലപ്പോൾ അവരും ശാസ്താവ് എന്നുകൂടി വിളിക്കാറുണ്ടെങ്കിലും കുടകരുടെ അയ്യപ്പൻ യഥാർത്ഥത്തിൽ കാട്ടിൽ കഴിയുന്ന അയ്യപ്പനാണ്. വലിയ അപ്പൻ, മുത്തപ്പൻ എന്നൊക്കെ പറയാം. കാട്ടിലയ്യപ്പൻ കാട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട നായ്ക്കളോടൊപ്പം ചുറ്റിത്തിരിയുന്നവനാണ്. അതായത് മലയാളികളുടെ ദൈവങ്ങളിൽ ഇങ്ങനെ നായയുടെ സഹചാരിത്വം ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു ദൈവം പറശ്ശിനി മുത്തപ്പനാണ്. അപ്പോൾ രാത്രിയിൽ കാട്ടിൽ നിന്ന് കേൾക്കുന്ന ചൂളം വിളി അയ്യപ്പൻ തൻ്റെ നായ്ക്കളെ വിളിക്കുന്നതാണെന്നാണ് കുടകരുടെ ഒരു വിശ്വാസവും. ഇങ്ങനെ കുടകരുടെ അയ്യപ്പൻ പണ്ട് കാട്ടിലയ്യപ്പ, വേട്ടക്കാരയ്യപ്പ, കുന്നയ്യപ്പ, മലദേവ എന്നൊക്കെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നതും. അപ്പോൾ ആദിവാസികളുടെയും വേട്ടക്കാരുടെയും മറ്റും ദൈവമായാണ് അന്നൊക്കെ അയ്യപ്പൻ പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് ഭൂതങ്ങൾക്കും മറ്റും അനുഭവപ്പെടുന്നത് പോലെയുള്ള തറയിലാണ് അക്കാലത്ത് അയ്യപ്പനെ കുടിയിരുത്തിയിരുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളാകുമ്പോഴേക്കും തന്നെ ഈ അയ്യപ്പ സങ്കല്പത്തിൽ മാറ്റം വന്നു തുടങ്ങി. കുളികൾക്കും ദൈവങ്ങൾക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇപ്പോൾ അയ്യപ്പൻ്റെ സ്ഥാനം. അപ്പോൾ കാരണവന്മാർക്കും ഭൂതങ്ങൾക്കും ബലി കൊടുക്കാൻ പറ്റുന്നതായി കണക്കാക്കി വരുന്ന പന്നിയെ ഇപ്പോൾ അയ്യപ്പന് കൊടുക്കാറില്ല എന്ന് റവർ എഫ് കിറ്റൽ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ കാട്ടിലയ്യപ്പന്മാരുടെ അടുത്തേക്ക് കൊല്ലത്തിൽ ഒരിക്കലാണ് ബ്രാഹ്മണ പൂജാരിയെ അയക്കുന്ന ഏർപ്പാട് ശാസ്താവ എന്ന മറ്റൊരു പേരിൽ കുടകരുടെ ക്ഷേത്രങ്ങൾക്കകത്തോ പുറത്തോ കല്ലിൻ്റെ രൂപത്തിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് ബ്രാഹ്മണ പൂജാരിയെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ഏർപ്പാടും ഉണ്ടായിരിക്കുന്നതായും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 7 ദൈവങ്ങളുടെ പാട്ട് എന്ന കുടകരുടെ നാടോടിപ്പാട്ടിൽ ആദിമ ദൈവങ്ങളിൽ ഒരാളായ അയ്യപ്പൻ തനിക്ക് നിലയുറപ്പിക്കാൻ പറ്റുന്ന ഇടം തേടി പലയിടത്തും അലഞ്ഞ കൂട്ടത്തിൽ കണ്ണൂർ പട്ടണത്തിലും എത്തിയതായി പറയുന്നുണ്ട്. മുക്കുവന്മാരുടെ മീൻ നാറ്റവും തീയന്മാരുടെ കള്ളനാറ്റവും സഹിക്കാൻ കഴിയാതെയാണത്രേ അയ്യപ്പൻ കണ്ണൂരിൽ നിന്ന് സ്ഥലം വിട്ടത്. അപ്പോൾ തനിക്ക് നിലകൊള്ളാൻ പറ്റുന്ന ഇടം നോക്കി പിന്നെയും പലയിടത്തും ചെന്ന് നോക്കി അയ്യപ്പനെ ഒടുവിൽ വയത്തൂരപ്പനാണ് കുടകിലേക്ക് പറഞ്ഞയച്ചത് എന്നും അപ്പോൾ അവർ പറയുകയാണ്. അപ്പോൾ കുടകിലെ ഈ ആദിമ നിവാസികളുടെ ഏറ്റവും ആദിമ വിഭാഗമായ കുറുമ്പരുടെ വാർഷിക ഉത്സവം അല്ലേ കുണ്ടേഹബ്ബ എന്ന പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന താടയുടെ രൂപത്തിലുള്ള ഒരു മണി അരയിൽ കെട്ടി അല്ലേ കയ്യിൽ പുരുഷലിംഗത്തേക്ക് സൂചിപ്പിക്കുന്ന വടിയുമേന്തിയിട്ടാണ് ഇവർ കുണ്ടേ കുണ്ടേ എന്ന് വിളിച്ചിട്ട് യാതൊരു മറയുമില്ലാതെ പച്ചയായ അശ്ലീലൊക്കെ പറഞ്ഞ് ആളുകളുടെ പിന്നാലെ ഓടി നടക്കുന്ന കുറുമ്പരെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഉത്സവ ദിനത്തിൽ അവരെ ഒന്നും ചെയ്യാനോ പറയാനോ ഒന്നുമുള്ള പാടില്ല. നമുക്കത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുക എന്നുള്ളതാണ്. അതുപോലെ ഒണ്ടയങ്ങാടി ഹെബ്ബാലെ അയ്യപ്പ ക്ഷേത്രത്തിലെ കുണ്ടേ ഉത്സവത്തിനിടെ നടക്കുന്ന വിചിത്രവും ഭയാനകവുമായ ചടങ്ങുകളെക്കുറിച്ചും ലേഖകനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കാടിന് നടുവിൽ ഒരു ചെറിയ അമ്പലം, അവിടെ കൂട്ടം കൂടിയ വിചിത്ര വേഷധാരികളായ കുറുമ്പർ പലതരം തെറികൾ വിളിച്ചു പറഞ്ഞു തുള്ളുന്നു. അതേപോലെ പെൺവേഷം കെട്ടിയാടുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ആംഗ്യം കാണിച്ച് കൂത്താടുക. അപ്പോൾ അവർ തങ്ങൾക്കറിയാവുന്ന സ്ത്രീകളുടെ പേരുകൾ വിളിച്ച് അവരുടെ രഹസ്യ അവയവങ്ങളെ വർണ്ണിച്ച് കൂവുക. പൂജ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സംഘം കുടക് സ്ത്രീകളും പുരുഷന്മാരും ഈ അടുത്തേക്ക് വന്നത്. അപ്പോൾ കുടകിലെ സാമ്പത്തിക ശേഷിയുള്ളവർ അവരെ ആർപ്പുവിളിയോടുകൂടി സ്വീകരിക്കുന്നു. അവർ കൊണ്ടുവന്ന കോഴികളെ പിടിച്ചു വലിച്ച് ചോരയൊലിപ്പിച്ച് പൈശാചികമായി അവർ ആർപ്പുവിളി നടത്തുകയും അങ്ങനെ അത്യന്തം ബീഭത്സമായിട്ടുള്ള ഒരു രംഗമാണ്. അപ്പോൾ ഇത്രയും അമ്പരപ്പും ഭയവും അനുഭവപ്പെടുന്ന മറ്റൊരു അനുഷ്ഠാനം ഇതിനു മുൻപോ പിൻപോ കണ്ടിട്ടില്ല എന്നും ഗ്രന്ഥകർത്താവ് എഴുതുന്നുണ്ട്.
ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാം എന്താണ് തുരുമ്പിച്ച ശൂലങ്ങളും കരിവളകളും ഒക്കെ കാണാം. ഇത്ര ലളിതമായി നിഷ്കളങ്കമായി ദൈവത്തെ ആരാധിക്കുന്നവർ ആദിവാസികളാണ്. അപ്പോൾ കുടകരുടെ പല വിശ്വാസങ്ങളിലും ആ ഒരു ആദിവാസി ഛായയുണ്ടെന്നും ലേഖകന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുടകരുടെ അയ്യപ്പൻ കാട്ടിൽ കഴിയുന്ന അയ്യപ്പനാണെന്നും നായകളുമായി കാട്ടിലൂടെ ചുറ്റിത്തിരിയുന്ന ദൈവം അയ്യപ്പൻ നായാട്ടിനിറങ്ങുന്ന ദിവസങ്ങളിൽ ആളുകൾ കാടുകളിൽ കയറുകയോ മരം മുറിക്കുകയോ നായാട്ട് നടത്തുകയോ ചെയ്യാറില്ല. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ അവസാന ദശകങ്ങളായപ്പോഴേക്കും അയ്യപ്പൻ കൂളികൾക്കും ദൈവങ്ങൾക്കും ഇടയിലുള്ള സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബ്രാഹ്മണ പൂജാരികൾ നടത്തുന്ന വിധത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ തങ്ങളുടെ ആരാധനാ സ്ഥലങ്ങൾ ബ്രാഹ്മണരുടെ സാന്നിധ്യം അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. എങ്കിലും പല ഘട്ടങ്ങളിൽ അവർ ബ്രാഹ്മണ ആധിപത്യത്തിന് വിധേയരായി. ഇങ്ങനെ മാംസാഹാരികളായി ഇരുന്ന അവരുടെ ദൈവങ്ങളിൽ പലരും സസ്യാഹാരികളായി. അങ്ങനെ കേരളത്തിൽ നിന്നും കുടകിലേക്ക് പോയ ക്ഷേത്രപാലൻ എന്ന ദൈവം അവിടെ എത്തിയപ്പോഴേക്കും മാംസാഹാരിയായി തീർന്ന തരത്തിലുള്ള മിത്തുകളും വാമൊഴി കഥകളുമുണ്ട്. ഇങ്ങനെ ആദിവാസികളുടെ അടിമത്തത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട്. 1834 ബ്രിട്ടീഷുകാർ കുടകിനെ തങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവന്നപ്പോൾ 6089 അടിമകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെയെല്ലാം മോചിതരാക്കിയെങ്കിലും ആദിവാസികളെ അടിമകളാക്കി പണി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം പിന്നീടും തുടർന്നു പോന്നിരുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട് കുടകിലേക്ക് കേത്രപ്പയെ കൊണ്ടുവന്ന അയ്യണ്ണയുടെ കഥയ്ക്ക് അനുബന്ധമായിട്ട് പറയുന്ന നാടോടി കഥയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് അച്ചുകൊട്ടൻ എന്ന ചണ്ടാളൻ തൻ്റെ യജമാനൻ്റെ വാർദ്ധക്യകാലത്ത് മലബാറിലേക്ക് അരിയുമായി വന്നതായിരുന്നു. പക്ഷേ കബ്ബെ താഴ്വാരത്തിലെത്തിയപ്പോൾ അച്ചുകൊട്ടയ്ക്ക് വിവരം കിട്ടി യജമാനൻ മരിച്ചു എന്നുള്ളത്. അപ്പോൾ തന്നെ ഓടിക്കിതച്ച് അവിടേക്ക് മടങ്ങുകയാണ്. അയാൾ എത്തുമ്പോഴേക്കും അയ്യണ്ണയുടെ ശവം ചിതയിൽ വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അച്ചുകൊട്ട മടിച്ചു നിന്നില്ല. അയാൾ യജമാനൻ്റെ ചിതയിലേക്ക് എടുത്ത് ചാടി ജീവത്യാഗം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അടിമകളും ഉടമകളും തമ്മിൽ പണ്ടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ തീവ്രതയെ ഉദാഹരിക്കാനായിട്ടാണ് ഈ കഥ കുടകിലെ പഴയ തലമുറക്കാരെ ഇപ്പോഴും പറഞ്ഞ് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ മറുവശത്ത് എന്താണ് തങ്ങളും മനുഷ്യരാണെന്ന വാസ്തവം ഓർക്കാൻ പോലും ഇടകിട്ടാതെ ചോരയുറയുന്ന മഞ്ഞിലും തണുപ്പിലും കാലികളെ പോലെ പണിയെടുത്ത് ജീവിച്ച് മരിച്ച എത്രയോ അടിമകളുടെ കണ്ണീരിൻ്റെയും പീഡനത്തിൻ്റെയും കഥകളുണ്ടാവുമെന്ന കാര്യം അവർ ആലോചിക്കുന്നതായി പോലും തോന്നില്ല. അങ്ങനെ ആദിവാസികളുടെയും അടിമകളുടെയും ഒക്കെ ജീവിതത്തിന് മറ്റേത് ജീവിതത്തിനുള്ള സാധ്യതകളുണ്ടെന്നുള്ള ആശയം ഇപ്പോൾ പോലും കുടകിൽ എത്ര പേർക്ക് സ്വീകാര്യമാവും എന്നതും അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും അടിമകളെ മുഴുവനും സ്വതന്ത്രരാക്കി നമ്മൾ പറഞ്ഞു അല്ലേ. സമീപകാലം വരെ പല രൂപത്തിലും കുടകിൽ എന്താണ് അടിമവേല നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യജമാനന്മാരുടെ ശല്യം സഹിക്കാതാവുമ്പോഴാണ് വയനാട്ടിൽ നിന്ന് കുടകിലേക്കും തിരിച്ചുമുള്ള ആദിവാസി അടിമകളുടെ ഒളിച്ചോട്ടം പഴയ കാലത്ത് സാധാരണയായിട്ട് നടന്നിരുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒളിച്ചോടുന്ന അടിമകളെയൊക്കെ എന്താണ് തിരഞ്ഞ് പിടിക്കരുത് എന്നൊരു പരസ്പര ധാരണ പോലും ദക്ഷിണ കുടകിലെയും വയനാട്ടിലെയും ജന്മിമാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പണിയരും മടിയരും ഒക്കെയായ ആദിവാസികളെ കുടകിൽ ഇഞ്ചിപ്പണിക്കും മറ്റും പോയാൽ അടിമകളുടേതിന് തുല്യമായ ജീവിതത്തിൽ അകപ്പെട്ടു പോകുന്നതിൻ്റെ കഥകൾ ചിലപ്പോഴൊക്കെ എന്താണ് പുറത്തു വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കാലത്ത് പീഡകരായ ജന്മിമാരുടെ സ്ഥാനത്ത് കുടകന്മാർക്ക് പകരം കുടകിൽ നിലം പാട്ടത്തിനെടുക്കുന്ന മലയാളികളെ ആയിരിക്കും പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുക. ഇത്രയുമാണ് ആ ഒരു അധ്യായത്തിൽ പറയുന്നത്.